നമസ്കാരം. ഇന്ന് നമ്മൾ വിതുര നെടുമങ്ങാട് റോഡിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കുന്നത്. തൊളിക്കോട് ഹൈസ്കൂൾ ജംഗ്ഷൻ അടുത്താണ് ഒരു ടോറസ് ലോറി മറിഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ ഒരു 11 മണിയോടെ. ഈ വാർത്താ റിപ്പോർട്ട് നമ്മൾ കണ്ടു. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കാം. അതെ, സംഭവം തുടങ്ങുന്നത് ഒരു കെട്ടിടം പണിക്ക് മണലിറക്കാൻ ശ്രമിക്കുമ്പോഴാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് അവിടെ നല്ല മഴയായിരുന്നു. അപ്പൊ ആ ഭാഗം മുഴുവൻ ചെളിയായി കിടക്കുമായിരുന്നു. ഓ ശരി. അപ്പൊ ലോറി ചെളിയിൽ താണുപോയതാണോ? അതെ അതെ, ലോറിയുടെ ടയറുകൾ ആ ചെളിയിൽ താഴ്ന്നു. ഡ്രൈവർക്ക് പിന്നെ വണ്ടി നിയന്ത്രിക്കാൻ പറ്റിയില്ല. നേരെ റോഡിലേക്കാണ് മറിഞ്ഞത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അയ്യോ, ആ റോഡ് സാധാരണ തിരക്കുള്ളതല്ലേ? ആ സമയത്ത് മറ്റു വണ്ടികളൊന്നും? ഭാഗ്യം കൊണ്ട് വന്നില്ല. അതൊരു വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. ശരിയാണ്. അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമായനെ. ഡ്രൈവർ രാഹുലിന് പരിക്കേറ്റുവെന്ന് കേട്ടു. പരിക്കുണ്ട്, പക്ഷേ അവിടുത്തെ നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. അദ്ദേഹത്തെ തുളിക്കോട് ആശുപത്രിയിലെത്തിച്ചു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ആ ഒരു ഇടപെടൽ വളരെ പ്രധാനമായിരുന്നു. പക്ഷെ അപകടം അവിടം കൊണ്ടും തീർന്നില്ലല്ലോ. പ്രധാന പ്രശ്നം അതല്ലായിരുന്നല്ലോ. അല്ല, അപകടം കഴിഞ്ഞതും ലോറിയിൽ നിന്ന് ഓയിൽ ലീക്കാക്കാൻ തുടങ്ങി. റോഡിലേക്കൊഴുകി. ഓ, അത് വളരെ അപകടമാണല്ലോ. റോഡിൽ ഓയിൽ വീണാൽ വണ്ടികൾക്ക് ഗ്രിപ്പ് കിട്ടില്ല, പ്രത്യേകിച്ച് ബൈക്കുകൾക്കൊക്കെ. അതെ, അത് ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല, യാത്രക്കാർക്ക് വലിയൊരു ഭീഷണിയുമായി. വണ്ടികൾ തെന്നിമറിയാൻ സാധ്യതയുണ്ട്. അപ്പോ എങ്ങനെയാണ് അവരത് കൈകാര്യം ചെയ്തത്? പെട്ടെന്ന് പ്രതികരണമുണ്ടായോ? ഉണ്ടായി. അവിടെ ശരിക്കും ഒരു നല്ല ഏകോപനം കാണാൻ പറ്റി. അഗ്നിരക്ഷാസേന, പോലീസ്, പിന്നെ തോട്ടുമുക്ക് അൻസർ, പ്രതാപൻ, സന്ധ്യ, അങ്ങനെയുള്ള ജനപ്രതിനിധികൾ, ഇവരെല്ലാവരും പെട്ടെന്ന് സ്ഥലത്തെത്തി. എന്നിട്ട് എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം ആ മണൽ മാറ്റാനാണ് നോക്കിയത്. ഒരു മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് ലോറിയിലെ ഭാരം കുറയ്ക്കാൻ മണൽ നീക്കി. ശരി, ലോറി ഉയർത്തണമെങ്കിൽ ഭാരം കുറയ്ക്കണമല്ലോ. അതെ, അതിനുശേഷം ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്താൻ ശ്രമം തുടങ്ങി. പക്ഷെ അതും അത്ര എളുപ്പമായിരുന്നില്ലെന്ന് തോന്നുന്നു. വീണ്ടും ഓയിൽ ലീക്കായി എന്ന് കേട്ടല്ലോ. അതാണ് അടുത്ത പ്രശ്നമായത്. ലോറി ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് വീണ്ടും ഓയിൽ റോഡിലേക്ക് ഒഴുകി. അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ഈ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നത് വലിയ ബുദ്ധിമുട്ടാണല്ലേ? തീർച്ചയായും. കാരണം റോഡ് ക്ലിയർ ചെയ്യാതെ ഗതാഗതം തുടങ്ങാൻ പറ്റില്ല. അപ്പോ ഈ ഓയിൽ പ്രശ്നം പരിഹരിക്കണ്ടേ? ആ, അതിനെന്താ ചെയ്തത്? അവരൊരു പെട്ടെന്നുള്ളൊരു പരിഹാരം കണ്ടെത്തി. മരപ്പൊടി, ഈ തടിമില്ലിലേക്കുള്ള പൊടിയില്ലേ? ആ, മരപ്പൊടി. അതെ, അത് റോഡിൽ വിതറി. മരപ്പൊടിക്ക് ഈ ഓയിൽ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഓ, അതൊരു നല്ല ഐഡിയ ആണല്ലോ. താൽക്കാലികമാണെങ്കിലും പെട്ടെന്ന് ഫലം ചെയ്യും. അതെ, അതുകൊണ്ട് ഓയിൽ പടരുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റി. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി. അവര് റോഡ് മുഴുവൻ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി. ഓയിലിന്റെ ഒരു അംശം പോലും ഇല്ലാന്ന് ഉറപ്പാക്കി. എന്നിട്ടാണോ ഗതാഗതം പുനഃസ്ഥാപിച്ചത്? അതെ, അതെല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് വണ്ടികൾ കടത്തിവിട്ടു തുടങ്ങിയത്. ആ ഏകോപനം, പോലീസ്, ഫയർഫോഴ്സ്, ജനപ്രതിനിധികൾ, നാട്ടുകാർ എല്ലാവരും ഒരുമിച്ചു നിന്നതുകൊണ്ടാണ് അത് സാധിച്ചത്. അപ്പൊ നോക്കുമ്പോ ഒരു കെട്ടിടം പണിസ്ഥലത്തെ ചെളി, അതിൽ ലോറി താണോ? അതൊരു അപകടത്തിലേക്ക് നയിച്ചു. ഡ്രൈവർക്ക് പരിക്ക്, ഭാഗ്യത്തിന് വലിയ ആൾനാശം ഒഴിവായി. പിന്നെ റോഡിൽ ഓയിൽ ലീക്ക്, ഗതാഗത സ്തംഭനം, മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം. ഒരു ചെറിയ സംഭവം ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തിച്ചു. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇത് ശരിക്കും റോഡപകടങ്ങളുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലെ ഓയിലൊക്കെ ലീക്കായാൽ എത്ര പെട്ടെന്നും കാര്യക്ഷമമായും പ്രതികരിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ആ പ്രതികരണത്തിന്റെ വേഗതയും ഏകോപനവുമാണ് ഇവിടെ പ്രധാനം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ. ശരിയാണ്. നമ്മൾ സാധാരണ ചിന്തിക്കില്ല ഒരു ലോറി ചെളിയിൽ പുതഞ്ഞാൽ ഇത്രയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന്. ഒരു ചെറിയ തടസ്സം ഒരു പ്രദേശത്തെ മുഴുവൻ എങ്ങനെ ബാധിക്കാം? അങ്ങനെയുള്ള അപ്രതീക്ഷിത കാര്യങ്ങൾ നേരിടാൻ നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം തയ്യാറാണ് എന്നൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, നമ്മുടെ റോഡുകളിൽ എപ്പോഴും കാണുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച്.